കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയത് ഭഗവത്ഗീത 2-ാം അധ്യായത്തിലെ 50-ാമത്തെ ശ്ലോകം, സാഖ്യയോഗത്തിലെ 50-ാമത്തെ ശ്ലോകത്തിലാണ്. നമുക്ക് 51 മുതൽ തുടങ്ങാം. അതിനു മുമ്പ് അങ്ങയുടെ ഒരു ആമുഖത്തോടു കൂടി തുടങ്ങാം. 50-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞുവല്ലോ, ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത്, ഭഗവാൻ അത്യാവശ്യമായിട്ട് ആഗ്രഹിക്കുന്നത് അർജുനെ കൊണ്ട് ഈ ഫീൽഡിൽ എന്തായാലും വന്നു, കർമ്മം ചെയ്യാൻ തയ്യാറായി, ഇനി അടിച്ചിട്ട് പോയാൽ മതി എന്നുള്ളതാണ്. വന്ന് ഇത്രയും സമയം വന്ന് ചെലവഴിച്ച് എല്ലാവരും ഒരുങ്ങിക്കിടക്കുന്ന സമയത്ത് ഇദ്ദേഹം പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ എന്ത് വിചാരിക്കും തന്നെ കുറിച്ച് എന്നുള്ളതൊക്കെയാണ് സിദ്ധാന്തം. അപ്പൊ അതിന് വെറുതെ അടിച്ചു പോവല്ല, അതിനുള്ള കാര്യകാരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് എങ്ങനെയൊക്കെയാണോ യോഗത്തോടുകൂടി, എന്ത് യോഗം, നോളജ് എന്നുള്ള ഒരു സംഭവം, അറിവ് എന്നുള്ള ഒരു സംഭവം കൂട്ടിച്ചേർത്തിട്ട് വേണം ഇത് ചെയ്യാൻ എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഇനിയുള്ള ഭാഗത്തും ആ വിദ്യ, അറിവ് കൂട്ടിച്ചേർത്തിട്ട് ചെയ്യുമ്പോൾ കർമ്മത്തിന് കിട്ടാവുന്ന ഗുണം എത്രത്തോളം അതിനെ പതുക്കെ പതുക്കെ കൊണ്ടുപോയിട്ട് ബുദ്ധിയുള്ള മനുഷ്യന്മാർ ചെയ്യുന്നത് പോലെ ചെയ്യണം. അതുകൊണ്ടാണ് ബുദ്ധി ബുദ്ധി എന്നുള്ള വാക്ക് കുറച്ച് പ്രാവശ്യം നമ്മൾ കേട്ടു. പിന്നെ വേണ്ടത് പണ്ടുണ്ടായിരുന്ന എക്സ്പീരിയൻസുകളൊക്കെ വെച്ച് പ്രസന്റിലുള്ള ആക്ടിവിറ്റികൾ ഫ്യൂച്ചറിലേക്ക് എങ്ങനെ മാറും, പഴയ കാര്യങ്ങൾ ഇന്നത്തെ കർമ്മങ്ങളെ എങ്ങനെ ബാധിക്കും, നാളത്തേക്ക് എങ്ങനെ പോകും, ഇത് നമ്മൾ കൃത്യമായിട്ട് അറിയുമ്പോൾ നമുക്കൊരു സമചിത്തത വരും, സമത്വം എന്ന് വരും. അത് അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. ആ സമത്വം ഉണ്ടാവുകയാണ് നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമായിട്ട് വേണ്ടത്. അതുണ്ടാവുന്ന സമയത്ത് നമുക്ക് കിട്ടാവുന്ന ഗുണങ്ങളെ ആ വ്യവഹാര ബുദ്ധിയോടുകൂടിയല്ല, ആധ്യാത്മിക ബുദ്ധിയോടുകൂടി നോക്കാനും യോഗാവസ്ഥയിലേക്ക് നമുക്ക് കയറാനും. അവസാനം നമ്മൾ യോഗാവസ്ഥയിലേക്കാണ് കയറേണ്ടത്. ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭഗവാനുമായിട്ട് കൂടിച്ചേർന്നു കൊണ്ടിട്ടുള്ള, ഭഗവാനെ ചേർന്നു കൊണ്ടിട്ടുള്ള യോഗം കിട്ടാൻ എന്തു ചെയ്യണം, അങ്ങനെ കർമ്മവും ജ്ഞാനവും കൂടിച്ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസ്ഥയിലേക്ക് മനസ്സിന്റെ റിഫ്ലക്ഷൻസ്, മനസ്സിന്റെ അവസ്ഥ, ശ്രവണം, മനനം, നിരുധ്യാസനം എന്നൊക്കെ പറയുന്നത് പോലെ ചെയ്യുന്ന കർമ്മങ്ങളിൽ അത് പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ല ഒരു കാര്യമായിരിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അടുത്ത എനിക്ക് തോന്നുന്നു 2-3 ശ്ലോകങ്ങളും കൂടി കഴിയുമ്പോൾ 2:54 അർജുനാണെന്ന് തോന്നുന്നു. 2:54 തോന്നുന്നു അർജുനൻ. അതെ, 2:54 അർജുനാണ്. അതുവരെ കൃഷ്ണന്റെ വാക്യങ്ങളാണ്. അതിൽ നമുക്ക് കേൾക്കാം. നമുക്ക് 50 എടുത്തു എന്നാണ് തോന്നുന്നത്. അതെ, യോഗം കർമ്മസു കൗശലം നിർത്തിയായിരുന്നു, അത് പറഞ്ഞിരുന്നു. 51 തുടങ്ങാം. തുടങ്ങട്ടെ സാർ? തുടങ്ങട്ടെ. ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗത്തിലെ 51-ാമത്തെ ശ്ലോകമാണ്. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധ വിനിർമുക്താം പദം ഗച്ഛന്ത്യനാമയം. പറഞ്ഞില്ലേ, കർമ്മവും ബുദ്ധിയുക്താഹി, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് വേണം. ഹി മനീഷിണ, എന്തുകൊണ്ടാണ് ജ്ഞാനികൾ, മനീഷികൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനികളാണ്. ബുദ്ധിയുക്ത, അത് ബുദ്ധി ഉപയോഗിച്ചിട്ട്. ഏത് തരത്തിലുള്ള? യോഗയുക്തമായ ബുദ്ധി എന്നാണ്. സാധാരണ ബുദ്ധി അല്ലാതെ ആ യോഗബുദ്ധിയോടുകൂടിയുള്ള, ഭഗവാനോട് ലയം പ്രാപിക്കാനുള്ള, എന്ന് വെച്ചാൽ എന്റെ കർമ്മങ്ങൾക്ക്, എന്റെ സെൽഫിഷ്നെസ്സിനോട് കൂടിയുള്ള ബുദ്ധിയല്ല, ബാക്കി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബുദ്ധിയാണ്. ബാക്കി ജനങ്ങൾക്കുള്ള ഗുണത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബുദ്ധി, ആ ബുദ്ധി യോഗബുദ്ധിയാണ്. ആ ബുദ്ധിയിലൂടെ, ആ ബുദ്ധിയുക്ത എന്നാണ്. യുക്തമായിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്ന ആ ബുദ്ധിയാണ്. എന്റെ സെൽഫിഷ്നെസ്സിനുള്ള ബുദ്ധി എന്ന് പറയുന്ന ബുദ്ധിയല്ല ഇവിടെ പറയുന്നത്. ബുദ്ധിയുക്ത എന്ന് പറഞ്ഞ അർത്ഥം ബാക്കിയുള്ളവർക്ക് വേണ്ടി ഗുണം കിട്ടാവുന്ന എന്തൊക്കെയാണോ എനിക്ക് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ചിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ. എന്ന് വെച്ചാൽ താൻ യുദ്ധം ചെയ്യുന്നത് തനിക്ക് വേണ്ടിയിട്ടല്ല, ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്ന് അർത്ഥം. എനിക്ക് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്, ഈ പറയുന്നത് കൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് അർത്ഥം. ജന്മബന്ധ വിനിർമുക്ത എന്നാണ്. ഈ ജന്മബന്ധങ്ങളിൽ നിന്ന് മുക്തനായി തീരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, പാസ്റ്റ്, പണ്ടത്തെ കാര്യം, ഇന്നത്തെ കർമ്മം,
നാളത്തെ കാര്യം. ആ ജന്മബന്ധങ്ങളുമായിട്ടുള്ള അതാണല്ലോ അർജുനന്റെ പ്രശ്നം. എന്റെ മുത്തശ്ശനാണ്, എന്റെ ഗുരുവാണ്, ആ ബോധങ്ങളൊന്നും തന്നെ ബാധിക്കില്ല. എന്ത് ചെയ്താല് ഈ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം സ്വ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക എന്നാണ്. അതുകൊണ്ട് അനാമയം പദം ഗച്ഛതി എന്നാണ്. എങ്ങനെ നിർമുക്ത അനാമയമായിട്ട് പദം ഗച്ഛന്തി, അനാമയം, അനാമയം പദം ഗച്ഛന്തി എന്നാണ്. അനാമയം എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്ത അങ്ങനെയുള്ള ഒരു പദം, അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് തനിക്ക് പ്രാപിക്കാൻ സാധിക്കും. ഗച്ഛന്തി പ്രാപിക്കാൻ സാധിക്കും. അനാമയമായ എന്ന് വെച്ചാൽ പരമപദത്തിൽ എത്താൻ സാധിക്കും. ഭഗവാനിലേക്ക് ലയം പ്രാപിക്കാൻ സാധിക്കുന്ന എല്ലാ യോഗ്യതയുണ്ട്. കാരണം തന്റെ ആഗ്രഹം സ്വാർത്ഥമല്ല. സ്വാർത്ഥമല്ലാത്ത ഏതു കാര്യത്തിനു വേണ്ടിയിട്ടും കർമ്മം ചെയ്യുകയാണെങ്കിൽ ഈ യുദ്ധത്തിനെ സാധൂകരിക്കാൻ ആ ഒറ്റ കാരണം മതി. അത് പൂർവജന്മ കൃത സുഹൃത അതിന്റെ പാപങ്ങൾ, ഞാൻ ഇന്നാളെ കൊന്നു അതുകൊണ്ട് ഇന്ന് ബുദ്ധിമുട്ടുണ്ടാവും, ഒന്നും ഫലിക്കില്ല. അതൊക്കെ എന്നിൽ ലയം പ്രാപിക്കാൻ, ഭഗവാനിൽ ലയം പ്രാപിക്കാൻ എന്ന് വെച്ചാൽ ബ്ലിസ് ആവാൻ, പെർമനന്റ് സന്തോഷം കിട്ടാൻ, അയ്യോ അത് ചെയ്യേണ്ടായിരുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറാതിരിക്കണമെങ്കിൽ ഞാൻ ചെയ്യുന്ന കർമ്മം എനിക്ക് വേണ്ടി ആവരുത്, ബാക്കിയുള്ളവർക്ക് വേണ്ടി ആവണം എന്നുള്ളൊരു ജനറൽ ഫിലോസഫിയാണ് ഇവിടെ. ഈ ഒരു കാര്യത്തിൽ അർജുനനോടുള്ള ഒരു കോണ്ടെക്സ്റ്റുവൽ ആയിട്ടുള്ള ഒരു മെസ്സേജും കൂടിയാണ്. നമ്മൾ നോക്കേണ്ടത് എപ്പോഴും അർജുനെ യുദ്ധം ചെയ്യിപ്പിച്ചുകൊണ്ട് ഡോക്ടർ TPSന് ഒരു ഗുണവുമില്ല, ലക്ഷ്മിക്കും ഒരു ഗുണവുമില്ല. അവർ പോകേണ്ടവരൊക്കെ പോയി യുദ്ധമൊക്കെ ചെയ്തു, കഥയൊക്കെ കഴിഞ്ഞു. ഈ കഥ കേട്ടുകൊണ്ടിരുന്നുകൊണ്ട് എന്താ കാര്യം? 10 പ്രാവശ്യം അതിൽ നിന്ന് എനിക്കെന്ത് കിട്ടുമെന്ന് ആലോചിക്കുക. എന്താണ് അതിന്റെ മെസ്സേജ്? ക്രക്സ് ഓഫ് ദ മാറ്റർ എന്താണ്? വാട്ട് ഈസ് ദ മെസ്സേജ്? എന്താണ് എനിക്ക് അതിനകത്ത് നിന്ന് എടുക്കാൻ സാധിക്കുന്നത്? എനിക്കെടുക്കാൻ സാധിക്കുന്നത് ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എനിക്ക് വേണ്ടി, എന്റെ അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്നാണ്. അതായത് എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമുള്ളതാവട്ടെ എന്ന് വിചാരിച്ചാൽ നിങ്ങൾ എന്തു ചെയ്താലും അത് പാപല്ലാണ്. എന്ത് രസകരമായിട്ട് ഭഗവാൻ എന്ന് പറയുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കഴിഞ്ഞ ദിവസം TPS പറഞ്ഞിരുന്നു, ഇപ്പം ക്ഷത്രിയ ധർമ്മം അല്ലെങ്കിൽ ഇന്നത്തെ കാലത്താണെങ്കിൽ പട്ടാളക്കാര് അവര് രാജ്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന ആ ഒരു കർമ്മം അവർക്ക് ദോഷമായിട്ട് വരുന്നില്ല. വലിയൊരു കോസിന് വേണ്ടി ചെയ്യുമ്പോൾ അത് വലിയൊരു നേട്ടമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിൽ നിന്നും ഒരു പടി കൂടിയാണ് നമ്മൾ ചിന്തിക്കുന്ന. സകല സൃഷ്ടികൾക്കും വേണ്ടി ചിന്തിക്കുമ്പോൾ ഭഗവാനാണ് അവിടെ നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് എന്ന് പറയുന്ന നമ്മുടെ പ്രായോഗിക ജീവിതവുമായിട്ട് കണക്ട് ചെയ്താൽ ഇന്നലെയും പറഞ്ഞിരുന്നു, അത് ഓർമ്മയുണ്ടായിരുന്നു. അടുത്തത് 52-ാമത്തെ ശ്ലോകം, ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം സാംഖ്യയോഗത്തിലെ 52-ാമത്തെ ശ്ലോകമാണ്. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. കേൾക്കേണ്ടതിലും കേട്ടതിലും കേൾക്കാൻ പോകുന്നതിലും ഒക്കെ വേണമെങ്കിൽ പറയാം. ഇതുവരെ കേട്ടതിലും കേൾക്കാൻ പോകുന്നതിലും എല്ലാത്തിലും എന്താണ്? നിർദേവം ഗന്ധാസി. എന്ത് പ്രാപിക്കണം? വിരക്തി പ്രാപിക്കണം. ഈ കേട്ടതിനൊക്കെ അർത്ഥം എന്താ വെച്ചാൽ വിരക്തി പ്രാപിക്കുക, ഡിസയർലെസ് ആവുക. എന്ത് ഡിസയർ? എനിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളൊരു സെൽഫിഷ് തോന്നലുണ്ടല്ലോ, ആ തോന്നലിൽ നിന്ന് രക്ഷപ്പെട്ടാല് ഡിസയർലെസ് ആക്ഷൻ ആവണം തന്റെ ഫ്രൂട്ട് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ ചെയ്യുന്നതിന്റെ ഫലം എന്ന് പറയുന്നത്, ഫ്രൂട്ട് എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി ആവണം എന്ന് തോന്നാണ്ടിരുന്നാൽ മതി. അപ്പൊ അതൊന്നുകൂടി എടുത്തു പറയാണ്. യഥാതേ ബുദ്ധി മോഹ കലിലം. നിന്റെ ബുദ്ധി ഇപ്പം മോഹത്തിന്റെ കല്ലുമായിരിക്കുകയാണ്. ആഗ്രഹങ്ങളുടെ, ഡിസയറുകളുടെ നിനക്ക് വേണ്ടിയാണ് എന്നുള്ള തോന്നൽ ഉണ്ടാക്കിയിട്ട് വിവേകം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയോടാണ് ഭഗവാൻ പറയുന്നതെന്ന് ആലോചിക്കാം. അത് കടന്നിട്ട് വിവേകത്തോടുകൂടി ആലോചിക്കുമ്പോ ഇപ്പൊ ഇതുവരെ കേട്ടതും കേൾക്കാൻ പോകുന്നതും കേൾക്കാനിരിക്കുന്നതും, 2-ാമത്തെ ചാപ്റ്ററിലൊന്നും എത്താൻ പോണില്ല, ഞാൻ 18-17 പറയാൻ പോകുന്നുണ്ട്. കേട്ടോളൂ, എന്നും കേട്ടോളൂ. എല്ലാറ്റിലും അവസാനം ഉള്ളത് എന്താണ്? ഭഗവത്ഗീതയില് ഞാൻ പറയാൻ പോകുന്നതിന്റെ സാരം എന്ന് ഭഗവാൻ ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല യുദ്ധം ചെയ്യാനല്ല പറഞ്ഞതെന്ന്. സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാനല്ല പറഞ്ഞത്. ഞാൻ അതിനല്ല മോനെ നിന്നോട് പറയുന്നത്, നിന്റെ ആവശ്യത്തിനല്ല, എന്റെ ആവശ്യത്തിനല്ല, ജനങ്ങൾക്ക് ഗുണം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് ഞാൻ പറയണതേ. അതങ്ങോട്ട് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ആ സ്വരൂപമാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. ഏക ലക്ഷ്യം എന്താണ്? ആ ഏക ലക്ഷ്യം ആ ആത്മസ്വരൂപത്തിൽ നമ്മൾ ലയം പ്രാപിച്ച്
എന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ചാഞ്ചാട്ടവുമില്ലാതെ ഒരു യോഗ തുല്യനായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് പിന്നെയും 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 ആലോചിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഇനി ഒരു ശ്ലോകം കൂടി പറയുമ്പോഴത്തേക്ക് തീർന്നു, ഭഗവാന്റെ കഥ കഴിയും. ഇനി നിന്റെ കഥ എന്നും കൂടി പറഞ്ഞോളൂ എന്ന് പറയും ഭഗവാൻ. ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞില്ലേ, കണ്ടത്തെ ആ സങ്കടമുള്ള സംഭവമൊക്കെ മാറ്റിയിട്ട് അർജുനൻ സ്മൈലിംഗ് ഫേസ് ആക്കണ്ടേ, അതിനുള്ള ഒരു മാർഗമാണ്. ഒരു ശ്ലോകം കൂടിയേ ഉള്ളൂ. അടുത്തത് 53-ാമത്തെ ശ്ലോകമാണ്. ഭഗവാനുവാച, ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം സാഖ്യയോഗത്തിലെ 53-ാമത്തെ ശ്ലോകം. ശ്രുതി വിപ്രതിപന്നാദേ യഥാസ്ത്യാസസി നിശ്ചലാ സമാധാവചലാ ബുദ്ധി തഥാ യോഗമവാപ്സ്യസി. തന്നെയാണ് എന്തിൽ കിട്ടും? യോഗം. അതാണ് കിട്ടാൻ പോകുന്നത്. ഏത് യോഗമാണ് കിട്ടാൻ പോകുന്നത്? ആത്മസ്വരൂപത്തിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നിനക്ക് മാറാൻ പറ്റും. ഇതുവരെ കേട്ടിട്ടുള്ളതും കേൾക്കാൻ പോകുന്നതിലും നേരത്തെ പറഞ്ഞതും ശ്രുതി തന്നെയാണ്. കേട്ടിട്ടുള്ള കാര്യങ്ങൾ, കേൾക്കാൻ പറഞ്ഞ കാര്യങ്ങൾ, കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. വിപ്രതിപന്നാതേ, കുറെ കാര്യങ്ങൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഓരോ സംഭവങ്ങളും ഭ്രമിച്ചിരിക്കുന്ന നിന്റെ ബുദ്ധിയിൽ കയറാതെ പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതിൽ നിന്നും എല്ലാവർക്കും പറ്റുന്ന ഒരു കുഴപ്പതാണ്. എപ്പോഴാണോ ദുഃഖം വരുന്നത് അപ്പൊ പറഞ്ഞൊന്നും മനസ്സിലാവില്ല. ആ അവസ്ഥയിൽ നിന്ന്, ആ കോലാഹലങ്ങളിൽ നിന്നൊക്കെ മാറി ജ്ഞാനം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് കർമ്മത്തിന്റെ പ്രാധാന്യം കൃത്യമായിട്ട് മനസ്സിലാവുക. അതല്ലെങ്കിൽ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് അങ്ങോട്ട് അവിടെ ഇവിടെയൊക്കെ വെട്ടും. ആരെയാ വെട്ടുന്നു, എന്തിനാ വെട്ടുന്നു ഒന്നും ചോദിക്കരുതെന്നു, ഞാനത് ചെയ്യാം. അത് ഗുണ്ടായിസാണ്. ഇത് ഗുണ്ടായിസത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയണത്, ഗുണ്ടായിസം കാണിക്കാനല്ല പറയുന്നത്. നന്മയ്ക്ക് വേണ്ടിയിട്ട് അതിന്റെ ഭാഗത്ത് നിന്ന് തിന്മയെ വെട്ടി നശിപ്പിക്കാനാണ് പറയുന്നത്. അതുകൊണ്ട് അചഞ്ചലമായിട്ട്, അചാലസ്ഥ എന്നാണ്, ഒരു ഇളക്കവും കൂടാതെ ദൃഢമായി നിന്ന്, സ്ഥിരമായി നിന്ന്, വളരെ സ്ട്രോങ് ആയി നിന്ന്, ഒറ്റ ലക്ഷ്യത്തിൽ നിശ്ചലനായിട്ട്. നിശ്ചല, ഇത് നല്ല വാക്കുകൾ ഉപയോഗിച്ചു. ഈ വാക്ക് ഇത് കുറെ പ്രാവശ്യം വായിക്കുമ്പോൾ നമ്മുടെ വാക്കിലൊക്കെ ഇങ്ങനെ വരും. അതിടക്കിടയ്ക്ക് നിശ്ചലനാവണം. സമാധാവാചല ബുദ്ധി, നമ്മളുടെ സമാധാനം കിട്ടാനുള്ള ബുദ്ധി ആ വാക്കുകളെ വരാവൂ, മോശപ്പെട്ട വാക്കുകൾ പോലും. അങ്ങനെ ആ ഒരു നിന്നിട്ട് യോഗമാപ്സസി, ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാല് പറയാതെ അങ്ങോട്ട് എത്തിക്കൊള്ളുന്നതാണ്. അത് അതിനെ ആഗ്രഹിക്കൊന്നും വേണ്ട. ഇതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് കാച്ചിക്കോ, നീ യോഗിയായിട്ട് ഞാൻ അതിനെ നിന്നെ അങ്ങോട്ട് വാറ്റിക്കോളാം എന്നുള്ള പോലെയാണ് ഭഗവാനാണ് പറയുന്നത്. ഇതൊക്കെ സ്ഥിതപ്രജ്ഞന്റെ അവസ്ഥയായിട്ടോ. അപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴും കക്ഷിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല ഇത് സ്ഥിതപ്രജ്ഞനാണ്. കുറച്ച് കഴിയുമ്പോ പിന്നെയും ചോദിക്കും സ്ഥിതപ്രജ്ഞ സഖാ ഭാഷ, എങ്ങനെയാണ് സ്ഥിതപ്രജ്ഞൻ സംസാരിക്കുക. അപ്പൊ അതിനകത്തൊക്കെ ഈ വാക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞതിൽ നിന്നാണ് ആ ചോദ്യം, അടുത്ത ചോദ്യം വരുന്നത്. അതുകൊണ്ട് അർജുനൻ ഇത് കേൾക്കുമ്പോ തന്നെ മനസ്സിലായി, യോഗത്തിലേക്ക് എത്തുന്നൊക്കെ പറയുമ്പോ സ്ഥിതപ്രജ്ഞൻ ആവണം എന്നുള്ളത് പറഞ്ഞൂടെ. സ്ഥസ്യാസ്തി എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിൽ നിൽക്കണം, നിശ്ചല, അനങ്ങാണ്ട് നിൽക്കണം, സ്ട്രോങ് ആയിട്ട് നിൽക്കണം, വിറച്ചു പോകരുത്, ഭയം വേണ്ട. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം നോക്കൂ. അത് അർജുനന് വേണ്ടിയിട്ടൊന്നല്ല ചോദിക്കുന്നതേ, ഇത് വ്യാസൻ നമുക്ക് വേണ്ടിയിട്ട് കുറെ പ്രാവശ്യം നമ്മൾ ചോദിക്കില്ല ചോദ്യം എന്നറിയാം, കാരണം ഇവിടെ ചോദ്യം ചോദിക്കാൻ ആരുമില്ല ഈ ലോകത്ത്. അതുകൊണ്ട് ആകെ ഒരു ലക്ഷ്മിയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരാളെ കൊണ്ട് ചോദിപ്പിക്കുന്ന പോലെ ഈ ഭഗവാൻ ഇങ്ങനെ ചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അർജുനനോട്. ചോദിക്കുന്നത് പോലെയാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നതും അതാണ്. അപ്പൊ അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? അത് എക്സ്പീരിയൻസ് ചെയ്യണം, വെറും തിയററ്റിക്കൽ കേട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് 2 തരത്തിലുള്ള അറിവുകളാണ്, പ്രോപ്പർട്ടികളാണ് നമുക്ക് വേണ്ടത്. ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇയാൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ ആ എക്സ്പീരിയൻസിലേക്ക് എത്തിക്കാനുള്ള മാർഗം, അതാണ് പൂർണ്ണത എന്ന് പറയുന്നത്. അപ്പോഴേ പൂർണ്ണമാവുള്ളൂ. അങ്ങനെ ആത്മാവിനെ പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത. അത് യുദ്ധം ചെയ്യാനാണോ എന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെയുള്ള ഭയം എപ്പോഴെങ്കിലും ഉണ്ടായാൽ അത് നിനക്ക് നല്ലതല്ല. അതുകൊണ്ട് ജ്ഞാനം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അത് ഋഗ്വേദമേ ആവുള്ളൂ. ആ ഋഗ്വേദം യജുർവേദത്തോടു കൂടി ചേരുമ്പോഴാണ് കർമ്മം ചേരുക. അങ്ങനെയാണ് 3 വേദം. ഋഗ്വേദം എന്ന് പറഞ്ഞാൽ തിയറട്ടിക്കൽ നോളജാണ്, ജ്ഞാനമാണ്. യജുർവേദം എന്ന് പറഞ്ഞാൽ കർമ്മമാണ്. സാമവേദം എന്ന് പറഞ്ഞാൽ ഭക്തിയും ഗാനവുമാണ്. അതുകൊണ്ടാണ് സാമവേദ ശാസ്ത്രികൾ. അവർ പാടി നടക്കുക ചെയ്യുക, അവർ പോപ്പുലറൈസ് ചെയ്യും. ഈ ഭക്തി പോപ്പുലറൈസ് ചെയ്യാനാണ്. എന്തിനെ പോപ്പുലറൈസ് ചെയ്യാൻ? ഞാൻ ചെയ്യാൻ പോകുന്ന കർമ്മത്തെ പോപ്പുലറൈസ് ചെയ്യാനാണ്. അപ്പൊ ഋഗ്വേദവും യജുർവേദവും സാമവേദവും വ്യത്യാസമാണോ ചോദിച്ചാൽ അല്ല, ഒന്നന്നെയാണ്. അതിൽ കണ്ടന്റ് ഒന്നന്നെയാണ്. ആ ജ്ഞാനം കാണ്ഡത്തിൽ നിന്നും കർമ്മകാണ്ഡത്തിലേക്ക് കയറുമ്പോഴത്തേക്കും റിച്വലും കർമ്മവും ഒക്കെ ആയി. അത് യജുർവേദം.
അപ്പൊ ഋഗ്വേദം പഠിക്കുക, ആദ്യ ജ്ഞാനം നേടുക, പിന്നെ കർമ്മം. അതുകൊണ്ടാണ് വേദസാരമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഇതിനകത്തും വ്യത്യസ്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അത് അവിടെ റിച്വൽ ആയിട്ട് ഞാൻ കുറെ ഹോമം ചെയ്യായിരിക്കും. പക്ഷെ ഇവിടെ അർജുനെ സംബന്ധിച്ചിടത്തോളം ഹോമം എന്ന് പറഞ്ഞത് കുറെ ആളുടെ തല വിട്ടതാണ്. എന്താണോ എന്റെ കർമ്മം, അതാണ് നമ്മുടെ കർമ്മം എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ആ ഹോമമാകുന്ന, ആഹൂതിയാകുന്ന ആ ഒരു കണക്ഷനാണ് നമ്മളിലേക്ക് ഉണ്ടാവേണ്ടത്. എന്റെ കർമ്മം എന്ന് പറയുന്നത് കുറെ ആൾക്കാരെ ഈ ലോകത്ത് നിന്നും ഈ ഹവിസ് അഗ്നിയിലിട്ടിട്ട് എങ്ങനെയാണോ ആ ഹവിസിനെ ഭഗവാനിലേക്ക് ലയം പ്രാപിപ്പിക്കുന്നത്, പുകയായിട്ട് മാറുമല്ലോ. സൂര്യായ സ്വാഹ സൂര്യായതം നമ പ്രജാപതിയെ സ്വാഹ പ്രജാപതിയതം നമ. അതുപോലെ അർജുന നീ എന്ത് ചെയ്യണം? ഓരോരാളുടെ തലയിലൊക്കെ വെട്ടി അവരെയൊക്കെ മാറ്റി അവരുടെ സോളിനെ പറഞ്ഞയച്ച് എന്നിട്ട് എന്ത് ചെയ്യണം? അവർക്കൊരു റീബർത്ത് കൊടുക്കണം, അവരെ സ്വർഗത്തിലേക്ക് അയക്കുക, അവർക്കൊരു പുനർജന്മം ഉണ്ടാക്കി കൊടുക്കുക. കാരണം ഇപ്പൊ അവർ ചേർന്നിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് മോശം സ്ഥലത്താണ്. ആ സ്ഥലത്ത് നിന്നും ഇതൊരു വലിയ ഫിലോസഫിക്കൽ ടോക്കാണ് കേട്ടോ, എന്റേതല്ല, ഭഗവാന്റെ. ഇതേ സംഭവം 5-ാം അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകത്തിലും വരുന്നുണ്ട്. ഇതൊക്കെ കണക്ട് ചെയ്യുമ്പോഴാണ് ഇതിനാണല്ലേ ഈ ഒരു കണ്ണിയിട്ട് കൊടുത്തതെന്ന് മനസ്സിലാവുള്ളൂ. 5-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ അധ്യായം കൂടി ശ്ലോകം കൂടി നോക്കിയിട്ട് വായിക്കുമ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് പറയാം, ഇതുമായിട്ട് അവിടെ കണക്ട് ചെയ്യാം. അതറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതിനാണ് ചോദിച്ചത്. പക്ഷെ ഇതൊന്നും അർജുനൻ പാവത്തിന് മനസ്സിലായിട്ടില്ല. 2-ാമത്തെ അധ്യായത്തില് 15-ാമത്തെ ശ്ലോകത്തിലും പറഞ്ഞിട്ടുണ്ട്, എന്ത്? സമ ദുഃഖ സുഖം ധീരം. ആ ധീരൻ എന്ന് പറഞ്ഞ വാക്കിൽ പറഞ്ഞത് നീ ധീരനായിരിക്കണം എന്നാണ്. അതന്നെയാണ് ഇപ്പൊ പറഞ്ഞു നിർത്തുന്നതും. 10-45 ശ്ലോകം ചൊല്ലിയിട്ട് 50-ൽ എത്തുമ്പോഴും 35 ശ്ലോകം 40 ശ്ലോകത്തോളം ചൊല്ലി കഴിഞ്ഞു. അത് കഴിയുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പൊ അർജുനന് ചോദിക്കാനുള്ള ചോദ്യമാണ് അടുത്ത 2-ാമത്തെ 54 സ്ഥിതപ്രജ്ഞസ്യകാഭാഷ. ഇവിടെ നമ്മള് 53-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ എത്ര കോൺഷ്യസ് ആയിരിക്കണം അല്ലെ, നമ്മുടെ വാക്കുകളിൽ പോലും എത്ര ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു ബുദ്ധി സ്ഥിരമായിട്ട് നിർത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴും ചലിക്കുമ്പോഴും ഒക്കെ വേണം എന്നുള്ളതാണ്. ഇവിടെ ഭഗവാൻ യുദ്ധം എന്ന് പറയുന്നത് ഒരു യാഗയജ്ഞ കർമ്മമായിട്ട് കാണുകയാണ്. ഭക്ഷണം കഴിക്കുന്നത് യാഗയജ്ഞ കർമ്മമായിട്ട് ഭഗവാൻ കാണുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഭഗവത്ഗീതയിലെ ശ്ലോകം ചൊല്ലുന്നത്. ഞാൻ എന്ത് കർമ്മം ചെയ്യുന്നതും ഭഗവാനിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ചെയ്താൽ അതിന്റെ ഫലം എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് ആൾക്കാരെ കൊല്ലുന്നതല്ല ഇവിടെ നടക്കുന്നത്, യുദ്ധമല്ല നടക്കുന്നത്. ഒരു സെൽഫ് പ്യൂരിഫിക്കേഷൻ പ്രോസസ്സും, അങ്ങനെ പ്യൂരിഫൈ ചെയ്യാൻ ആർക്കെങ്കിലും ഭാഗ്യം കിട്ടുകയാണെങ്കിൽ അവരെന്റെ മുമ്പിൽ നിന്നോളൂ, ഞാൻ അവരെയൊക്കെ ഭഗവാനിലേക്ക് ലയം പ്രാപിപ്പിക്കാൻ പോവാണ്, അതുകൊണ്ട് തലകുത്തനെ നിന്നോളൂ, ഞാൻ വെട്ടിത്തരാം. ഇത് അവര് കേട്ടില്ല, അവരൊക്കെ റെഡി ആയിട്ട് ക്യൂ വന്നിട്ട് ഒന്നെ വെട്ടു എന്ന് പറഞ്ഞു. അതുപോലെയാണ് നമ്മുടെ കർമ്മങ്ങളിൽ അങ്ങ് ഭഗവാനെ കൊണ്ടുവരുമ്പോൾ ഭഗവാനാണ് അവിടെ ഉള്ളത്, നമ്മൾ ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ് അല്ലെ സത്യം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും. തീർച്ചയായിട്ടും. അടുത്തത് ഭഗവാൻ പറയുന്നത് ഇവിടെ നിൽക്കുകയാണ്. അടുത്തത് അർജുനന്റെ ചോദ്യമാണ്. 54 2-ാം അധ്യായം ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗത്തിലെ 54-ാമത്തെ ശ്ലോകം. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷാ സമാധിസ്തസ്യ കേശവ സ്ഥിതധീം കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. ഇതൊക്കെ പറഞ്ഞു കഴിച്ചിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഭഗവാൻ പറയുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് തന്നെയാണ് കേട്ടോ. കാരണം പേഴ്സണാലിറ്റി മാറ്റി 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 എടുത്ത് സുപ്രീം പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഭഗവാനിലേക്ക് എത്തുന്നതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഡെവലപ്പ് ചെയ്ത് അവസാനം എവിടെ എത്താൻ നമ്മള്? സുപ്രീം പേഴ്സണാലിറ്റി. അത് ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. പക്ഷെ അർജുനന് ഈ പേഴ്സണാലിറ്റി ഒക്കെ ഒരു മാസ്ക് ആയിട്ട് കാണാനേ പറ്റിയിട്ടുള്ളൂ, അതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്ന അവിടെയാണ്. അയാൾ എങ്ങനെയാ സംസാരിക്കുക, അയാൾ എങ്ങനെയാ കാട്ടിക്കൂട്ടുക, അയാൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്, അയാളുടെ നടപ്പ് എങ്ങനെയാണ്, അയാൾ എങ്ങനെയാ ഇരിക്കേണ്ടത്, അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ലെ. മുടി ശരിക്കും ട്രിം ചെയ്യണം, നല്ല കോട്ട് ഇടണം, ടൈ ഇടണം. അതുപോലെ എങ്ങനെയാണ് അയാളുടെ ഭാഷ, ആ ഭാഷ എന്ന് പറഞ്ഞാൽ വാക്ക് മാത്രമല്ല കേട്ടോ, ശരീരഭാഷ, അങ്ങനെയൊക്കെയാണല്ലോ പഠിപ്പിക്കുക. നിങ്ങൾ ഇങ്ങനെ പറയണം, ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ ഷെയ്ക്കാറ്റ് കൊടുക്കണം, ഇങ്ങനെ ചിരിക്കണം, അങ്ങനെയൊക്കെയാണ് മാർക്കറ്റിങ്ങിന് പോകുന്നവരൊക്കെ പഠിപ്പിക്കുക. അപ്പൊ അതുപോലെ മാനേജ്മെന്റ് ട്രെയിനിങ് കഴിഞ്ഞപ്പോ ഇയാൾക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. ആ ലെവലില ഇപ്പോഴും MBA എത്തിയിട്ടില്ല, BBA കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അർജുനൻ സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ, എങ്ങനെയാണ് അയാളുടെ ശരീരഭാഷ വേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഒന്ന് പറഞ്ഞു തരുമോ? സമാധിസ്തസ്യ കേശവ, നീ ആ നിലയിൽ എത്തിയിട്ടുള്ള ആളല്ലേ, പ്രൊഫസർ അല്ലേ, മാർക്കറ്റിങ്ങിന്റെ പ്രൊഫസർ ആണല്ലോ അങ്ങ്. അതുകൊണ്ട് ഒന്ന് പറഞ്ഞു തരൂ, ഞാൻ എങ്ങനെ മാർക്കറ്റിങ്ങിന് പോകേണ്ടത്, എങ്ങനെ പോയിട്ട് ചിരിക്കണം, എവിടെ നോക്കണം. ഞാൻ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ നോക്കിപ്പോ കൃത്യമായിട്ട് എവിടെ നോക്കണം എന്നൊക്കെ പഠിപ്പിക്കും നമ്മൾ.
മാർക്കറ്റിംഗിൽ പോകുന്നവരോട് പറയാ കണ്ണിന്റെയും മൂക്കിന്റെയും ഇടയിൽ നോക്കണം. ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് പ്രാക്ടീസ് ചെയ്ത ആൾ വേറെ നോക്കുക. കാരണം അവനെ ശീലിച്ചതേ പറ്റുള്ളൂ. അതുപോലെ അർജുനൻ സ്ഥിത പ്രന്തസ്യ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതി ഹി കിം പ്രഭാഷേത. എങ്ങനെയാണ് അയാൾ സംസാരിക്കാൻ നോക്കുന്നത്, അയാൾ എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെയാ പ്രസന്റ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യമായിട്ട് പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ എടുത്തിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ പവർ പോയിന്റ് പ്രസന്റ് ചെയ്യാം, അതുപോലെ അയാൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ സ്ഥിതി എന്ന് നേരത്തെ പറഞ്ഞല്ലോ, പറഞ്ഞ ശ്ലോകത്തിൽ സ്ഥിതി ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, വിറക്കാണ്ട് നിൽക്കണം. ആ വിറക്കാണ്ടൊക്കെ നിൽക്കാം, പക്ഷെ എന്നിട്ട് ഞാൻ എങ്ങനെയാ പറയേണ്ടത്? ഈ ചെറിയൊരു പയ്യന്റെ അവസ്ഥയില ഉറപ്പായിട്ടും അർജുനൻ അങ്ങനെ ആയിരുന്നുണ്ടാവില്ല കേട്ടോ. ഇത് വ്യാസനും അത് ചേർന്നിട്ടുള്ള കുറെ ആൾക്കാരും പാവപ്പെട്ട നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ അവസ്ഥയിൽ അർജുനനെ ഇരുത്തിയിട്ട് നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. എന്തായാലും ഇങ്ങനെ അല്ല എന്റെ അർജുനൻ എന്ന് എനിക്കറിയാം, ഉറപ്പായിട്ടും എനിക്കറിയാം. ഇങ്ങനെ ആവില്ല. അങ്ങനെ ആവണമെങ്കിൽ അർജുനൻ ഇങ്ങനെ അല്ല. കൃഷ്ണനെ കണ്ടിട്ടെങ്കിലും ഈ അവസ്ഥയെന്ന് മാറിയിട്ടുണ്ടാവും അയാൾ. ഇത്രയും സമയം വർത്താനം പറഞ്ഞിട്ടും മാറിയിട്ടില്ലെങ്കിൽ പിന്നെ എന്താ അർത്ഥം? എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു വെച്ചാൽ, ഈ പറഞ്ഞു കേൾക്കുന്ന നമ്മൾക്ക് ഈ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് തീർന്നോട്ടെ എന്ന് വെച്ചിട്ട് നമുക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള എന്നുള്ള ബോധത്തിൽ ഇത് എടുക്കാവൂ. അതുകൊണ്ട് അർജുൻ ഇങ്ങനെ ചോദിച്ചതൊക്കെ ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ വിചാരിച്ചേ അർജുൻ ഇങ്ങനെ ചോദിക്കില്ലല്ലോ. കിമാസീത പ്രചേതക്കും എന്നാണ് അവസാനം ചോദിക്കുന്നത്. എന്താണ് ഇവരുടെ ഒരു എങ്ങനെ സഞ്ചരിക്കണം, അസീത എങ്ങനെയാണ് അവർ ഇരിക്കുക, അവരെങ്ങനെ ഇരിക്കണം, കാലുമ്പോ കാല് വെച്ചിട്ട് ഇരിക്കാൻ പറ്റുമോ, കൈ ഇങ്ങനെ പിടിക്കണം. ചിലർ ചോദിക്കല്ലോ ഇന്റർവ്യൂവിന് കാത്തിക്കുമ്പോൾ ഫയൽ എങ്ങനെ പിടിക്കണം, എവിടെ വെക്കണം. വൃജതേക്കും എന്നാണ്, എങ്ങനെ സഞ്ചരിക്കണം, നടക്കുമ്പോ ഒക്കെ കാല് വീശി നടക്കാൻ പറ്റുമോ. ചിലരൊക്കെ ഇല്ല ചെരുപ്പിട്ട് നടക്കുന്നത്, നമ്മൾ പറയും നടക്കുന്ന സമയത്ത് ചെരുപ്പിന്റെ സൗണ്ട് കേൾക്കരുത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പേ നടക്കാവൂ, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. അത് ഈ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ ഇന്റർവ്യൂവിന് പറഞ്ഞു കൊടുക്കുമ്പോൾ പുറത്ത് LKG ചേർക്കുന്ന കുട്ടികളെ ചേർക്കുന്നത് ആ ചോദ്യം ചോദിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാണ്ട്. ഇത് അർജുൻ ആവില്ല എന്ന് ഉറപ്പാ. പക്ഷെ എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അർജുനാണ്. കാരണം ഏതോ ഒരു വ്യാസനോ വ്യാസന്റെ ഗതിയിൽപ്പെട്ടിട്ടുള്ള ആരോ ഒരാണ്. ഇത് നമുക്കും ഇടയ്ക്ക് പീരിയോഡിക് ആയിട്ട് നമുക്കും ഈ സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുമല്ലോ, ഒരിക്കൽ പഠിച്ച നമ്മുടെ ഇതിഹാസ പുരാണങ്ങളുടെ ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെ ചോദ്യം ചോദിക്കാമോ അതൊക്കെ അതിനകത്ത് ചോദിച്ച് അതിനൊക്കെ ഉത്തരം കൊടുത്തിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരാൾക്കും ഇതിനെതിരെ എന്തെങ്കിലും ഒന്ന് പറയാൻ സാധിക്കുമെങ്കിൽ അതിനർത്ഥം മഹാത്മാഗാന്ധി ഭഗവത്ഗീത വായിച്ചിട്ടില്ല എന്നല്ല, മഹാത്മാഗാന്ധി വായിച്ചത് മനസ്സിലാക്കി ഗീതാ മൈ മദർ എന്ന മഹാത്മാഗാന്ധിയുടെ ബുക്ക് കേട്ടിട്ടില്ല എന്നുള്ളതിന്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. മഹാത്മാഗാന്ധി ഭഗവത്ഗീത വായിച്ചിട്ടില്ല, അയാൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാല് ഞാൻ മഹാത്മാഗാന്ധിയെക്കാളും മുകളിലാണ്, രണ്ടാളും മൊട്ടയാണെന്ന് ചോദിച്ചിട്ടുള്ള കാര്യം അറിയാണ്ട് പറഞ്ഞു പോയതാണ്. സോറി, അറിയാണ്ട് പറഞ്ഞു പോയതാ. വിചാരിച്ചു പറഞ്ഞതല്ല, പറയരുത് വിചാരിച്ചാലും അത് ഭഗവാൻ അറിയിച്ചു പറഞ്ഞു തന്നതാണ്. അവിടെ വിട്ടുപോയത് വളരെ 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 മനോഹരം. അതെ, തീർച്ചയായിട്ടും കറക്റ്റാണ്. അത് ഈ സ്വയം അങ്ങനെ കരുതുന്നുണ്ടല്ലോ എന്ന് തോന്നിപ്പോവുകയാണ്. എത്രയോ ഗീതാ മൈ മദർ എന്ന് പറയുന്ന ഭാരതീയ വിദ്യാഭവന്റെ പബ്ലിക്കേഷന്റെ ബുക്ക് വളരെ വിരളമായിട്ട് കിട്ടുന്ന ഒരു പുസ്തകമാണ്. ആരും അധികം കേട്ടിട്ടില്ല. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വേണമെന്ന് പറഞ്ഞപ്പോൾ പ്രിന്റ് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ലൈബ്രറിയനോട് സ്പെഷ്യലായിട്ട് ഫോൺ ചെയ്തിട്ട് അതിന്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് അമേരിക്കയിലേക്ക് അയപ്പിച്ചിട്ട് എന്റെ സ്റ്റുഡൻസ് ഉണ്ടേ. അത്രയും പ്രാധാന്യം കൽപ്പിക്കുന്ന എന്റെ സ്റ്റുഡൻസിനെ ഞാൻ അത്രയും പറഞ്ഞു കേൾപ്പിച്ചിട്ട് അത് വേണമെന്ന് ആഗ്രഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭഗവത്ഗീത വായിച്ചിട്ടില്ല അല്ലെങ്കിൽ മഹാത്മാഗാന്ധി മനസ്സിലായിട്ടില്ല, അതിനേക്കാളും കൂടുതൽ എനിക്കറിയാം എന്നൊരു ഭാവം ഒരാൾക്കുണ്ടെങ്കിൽ ഇവനെ എന്ത് ആത്മയാണെന്നാണ് വിളിക്കേണ്ടതെന്ന് തീരുമാനിക്കാം. മഹാത്മാ എന്നല്ല ഹതാത്മാ എന്ന് വിളിക്കേണ്ടി വരും. വളരെ വളരെ മനോഹരമായിട്ട് ഇത് ഭഗവാൻ തന്നെ ലക്ഷ്മി കേട്ടില്ലേ അത്? ഹതാത്മാ എന്നാണ് വിളിക്കുന്നത്. അതെ അതെ, സത്യം സത്യം, വളരെ മനോഹരമായിട്ടാണ് അത് പറഞ്ഞു തന്നിരിക്കുന്നത്. കാരണം ചില മാധ്യമ പ്രവർത്തകര് ഭഗവത്ഗീതയെ എടുത്തിട്ട് ഭഗവത്ഗീത ആചാര്യനെ പോലെയാണ് എടുത്ത് സംസാരിക്കുന്നത്. മഹാത്മാഗാന്ധി വായിച്ച ഗീതാമൈവയെ പോലും മനസ്സിലാക്കാത്ത രീതിയിൽ അതിനുള്ള ഉത്തരം തന്നെയാണത്. വളരെ വ്യക്തമാണ്. ഇത് ഭഗവാൻ നമുക്ക് വേണ്ടി ചോദിക്കുന്നു, ഭഗവാൻ ചോദിപ്പിക്കുന്നു നമ്മളെ ഓരോരുത്തർക്കും വേണ്ടിയിട്ട്. നമുക്കായാലും ഒരിക്കൽ പഠിച്ചാൽ പോരാ, വീണ്ടും വീണ്ടും സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, ഓരോ കാലഘട്ടത്തിലും വരുന്നുണ്ട്. അപ്പോഴൊക്കെ അർജുനൻ ആയിട്ട് നമുക്കിത് ചോദിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നാറുണ്ട്. സത്യമാണ്. അടുത്തത് 55-ാമത്തെ ശ്ലോകമാണ്. ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗത്തിലെ 55-ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ സംസാരിച്ചു തുടങ്ങുകയാണ്. ശ്രീ ഭഗവാനുവാച പ്രജഹാതി യദാ കാമാൻ സർവാൻ പാർത്ഥാ മനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ട
സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. എന്ത് പേഷ്യൻസോടുകൂടിയാണ് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നത് ആലോചിച്ച് നോക്കുക. എത്ര നല്ല മാസ്റ്ററാന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടുന്നല്ലേ പഠിക്കേണ്ടത്. ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് ഇടം എനിക്ക് മനസ്സിലായില്ല, പോയി പണി നോക്കുന്ന പറയില്ല ഇപ്പത്തെ മാഷ്മാരൊക്കെ ആണെങ്കിൽ. അങ്ങനെ പറഞ്ഞില്ലല്ലോ ഇവിടെ. അർജുന, നിന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ നിനക്ക് സാധിക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ ആത്മാവില് ആഗ്രഹങ്ങളില്ലാത്തൊരു സമയത്ത് സ്വന്തം പ്രകാശം ഉള്ളിൽ നിന്ന് വരുമ്പോ അത് അനുഭവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് സ്ഥിതപ്രജ്ഞൻ. നിനക്കത് മനസ്സിലാവുന്നില്ലേ? എന്തേ ഇതില് തിരികൊളുത്താൻ എനിക്ക് സാധിക്കാതിരിക്കുന്നത് എന്ന് ഭഗവാൻ അവനോട് ചോദിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഞാൻ എനിക്ക് പറഞ്ഞുതരാം. എന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ ഉറപ്പായിട്ടും നിന്റെ ഉള്ളിൽ കത്തിയിട്ടേ ഞാൻ സമ്മതിക്കുള്ളൂ. ആ പ്രഭ ഉള്ളിൽ ഉണ്ടാക്കി തരാൻ പറ്റുന്ന അത്രയും ഞാൻ പറയാൻ തയ്യാറാണെന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നത് പോലെയാണ്. ഇതേ ശ്ലോകം തന്നെയാണ് അടുത്തതും. 2:38, 14, 24, 6, 17, 5, 18, 12, 18. ഇവിടെയൊക്കെ നമുക്ക് ഇതിന്റെ സ്വഭാവം കാണാം. ഇത്രയും ചാപ്റ്ററും ശ്ലോകത്തിന്റെ നമ്പറുമാണ് ഞാൻ പറഞ്ഞത്. ഇത് കൃത്യമായിട്ടും ഇവിടെ പറയുന്നത് പ്രജാഹാതി. അർജുന, നീ ചെയ്യേണ്ടത് ഇതൊക്കെ ഒരു അവസ്ഥയുണ്ട് നമുക്കൊക്കെ നമ്മുടെ ഉള്ളില്. ഇതൊന്നും എനിക്ക് സാധിക്കില്ല, എന്റെ ആത്മാവിതൊന്നും പറ്റിയിട്ടുള്ളതാ, തുഷ്ടമുണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല എന്നുള്ള തോന്നലൊക്കെ നമുക്കുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനുള്ള ഒരു സമയമാണ് ഇപ്പൊ എന്നാ പറഞ്ഞു കൊടുക്കുന്നത്. അവൻ ആരായി മാറും? സ്ഥിതപ്രജ്ഞസേ ഉച്യതേ, ഉയർന്നു വരും. ആ അവസ്ഥയിലേക്ക് ജനിക്കാൻ സാധിക്കും, ഉണരാൻ സാധിക്കും, ഉയർത്താൻ സാധിക്കും. അതിന് ചെയ്യേണ്ടത് ആത്മനി ഏവ ആത്മനാ തുഷ്ടഃ. ആത്മാവിൽ നിന്ന് ആത്മാവിന്റെ സന്തോഷം എവിടെ നിന്ന് സ്വയം കണ്ടെത്താൻ സാധിക്കുന്നു. പുറത്തുള്ളവരെ കൊടുക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് നിന്റെ ഉള്ളിലുള്ളത് വരെ ഞാൻ ചൂടാക്കിക്കൊണ്ടേയിരിക്കുന്നതാണ്. തീ ഉണ്ടാവുന്നത് ഏത് വസ്തുവാണോ അത് അഗ്നി കാണിക്കുമ്പോ കത്തിപ്പോകുന്നത് തീ പുറത്തുനിന്ന് കൊടുക്കുന്നതല്ല, ഉള്ളിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ അതിനെ ചൂടാക്കിയിട്ട് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ എത്തുമ്പോഴേ അത് കത്താൻ തുടങ്ങുള്ളൂ. അത് ഒരു കടലാസിന് പറ്റുന്ന ഒരവസ്ഥയല്ല പച്ച ഇലയ്ക്ക് പറ്റുന്നത്. അപ്പൊ ഞാനാണ് കത്തിക്കുന്നതെങ്കിൽ എല്ലാം ഒരേ സമയത്ത് എനിക്ക് കത്തിക്കാൻ പറ്റണ്ടേ? അത് സ്വർണം കത്തിക്കുന്ന ടെമ്പറേച്ചറിലല്ല കോപ്പർ കത്തിക്കാൻ പറ്റുക. ഓരോ വസ്തുവിനും അതിന് ജ്വലിക്കാൻ പറ്റുന്ന, തീ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ എനിക്ക് വരാത്തോണ്ടാണ് ഇപ്പൊ കിട്ടാത്തത്. അതുകൊണ്ട് അതെവിടെ വരണം? ആത്മാവിൽ നിന്ന് സ്വയം വരേണ്ടതാണ്. ഏത് വസ്തുവിന് തീ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന തീയിൽ നിന്ന് തീ അതിനെ ആഗീകരണം ചെയ്ത് സ്വന്തം അഗ്നിയാവണമെങ്കിൽ, ഭഗവാൻ കൊടുക്കുന്ന ആത്മീയത അർജുനിലേക്ക് കയറി അർജുനനിൽ ആത്മീയത വരണമെങ്കിൽ ആത്മീയത ആ ലെവലിലേക്ക് ചൂടാക്കണം ഞാൻ. അതുകൊണ്ട് നീ ചോദിച്ച മോനെ, ഞാൻ കുറച്ചും കൂടി പറഞ്ഞുതരാം. അങ്ങനെ പറയാണ്. ഒരു പ്രാവശ്യം മുക്കിയ വെള്ളം ഫുൾ അങ്ങോട്ട് സ്പോഞ്ചിൽ കയറില്ല. 2 പ്രാവശ്യം മുക്കി 3 പ്രാവശ്യം മുക്കണം. അതുപോലെ ഞാൻ എത്ര വേണമെങ്കിലും എനിക്ക് പറഞ്ഞുതരാം എന്നുള്ള അവസ്ഥയിലാണ് പറയുന്നത്. സർവാൻ കാമാൻ പ്രജാഹതി, എല്ലാ കാമനകളെയും നിശേഷം ഉപേക്ഷിക്കാൻ. ആ അവസ്ഥയിൽ യഥാകാമാൻ, ഓരോരാളിലും വ്യത്യാസമുണ്ട്. ആ അവസ്ഥയ്ക്കനുസരിച്ച് എത്ര വേണോ അത്രയും കൊടുക്കുക. അത് ഓരോരാളോട് പറയുന്നത്, പാർത്ഥനോട് മാത്രമല്ല പറയുന്നത്. സർവാൻ പാർത്ഥ മനോഗതാൻ, അവനവന്റെ ചിന്തയിൽ എത്രയാണോ തനിക്കുള്ളത്. ആത്മനാ തുഷ്ടഃ, ഉള്ളിന്റെ ഉള്ളിന്ന് വരണ്ട മോനെ. ഇത് ഭക്തി വേണം എന്ന് പറഞ്ഞാൽ ഭക്തനാക്കാൻ പറ്റുമോ? ഭക്തി ഉള്ളിന്ന് വരേണ്ടതാണ്. അതുപോലെ സ്ഥിതപ്രജ്ഞ, അത് നിനക്ക് വരണം. അത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ തരാന്ന്, എനിക്ക് കുറച്ചും കൂടി ഒന്ന് ചൂടാക്കാം, കുറച്ചും കൂടി അടുത്തടുത്ത് പിടിക്കാം. നമ്മൾ കുറെ ദൂരെ കാണിച്ചാൽ ചിലപ്പോൾ തെളിയില്ല, അടുത്ത് കാണിച്ചു തരാൻ. എന്നിട്ട് പറ്റില്ല. എന്നിട്ട് അവസാനം പൂർണ്ണ രൂപമൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വന്നില്ലേ ഭഗവാൻ? എന്നിട്ടേ വിശ്വസിച്ചിട്ടുള്ളൂ. അപ്പൊ അതുപോലെയാണ്. ഇതിനൊക്കെ തയ്യാറാ ഭഗവാൻ. എന്ത് ക്ഷമയാണെന്ന് ആലോചിച്ച് നോക്കണം. വേറെ പണിയൊന്നുമില്ല ഇദ്ദേഹത്തിന്. കാരണം ഈ സ്ഥലത്ത് വന്നിട്ട് ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? അർജുനെ സന്തോഷിപ്പിക്കാനോ പാണ്ഡവന്മാരെ സന്തോഷിപ്പിക്കാനോ അല്ല, ജനഹിതാർത്ഥമാണ്. അതുകൊണ്ടാണ് ബാലഗോപാലൻ, അതുകൊണ്ടാണ് ജനാർദ്ദനൻ എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ആളാണ് ജനാർദ്ദനൻ. അത് മനസ്സിലാക്കിയാൽ മതി. എല്ലാ കാമനകളെയും ശേഷം എത്ര എളുപ്പം പറ്റില്ല. അതായത് ഏറ്റവും നല്ലൊരു ടീച്ചർ അല്ലെ, ഒരു സ്റ്റുഡന്റിന്റെ പെർഫെക്ഷനിൽ എത്തിക്കാൻ സ്വയം എത്ര വേണമെങ്കിലും പറയാൻ തയ്യാറായിട്ടുള്ള ഒരു ഗുരുനാഥനായിട്ടാണ് ഇവിടെ ഭഗവാൻ അർജുനനെ ഉപദേശിച്ചത്. അതുകൊണ്ടാണ് ജഗദ്ഗുരു എന്ന് നമ്മൾ വിളിക്കുന്നത്. എ മെന്റർ, എ ടീച്ചർ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് മെന്റർ, അൾട്ടിമേറ്റ് ടീച്ചറാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെയാണല്ലേ നമ്മള് ജഗദ്ഗുരു, അഖില ഗുരു എന്നാണ് വിളിക്കുന്നത് ഭാഗവതത്തിലെല്ലാം. ആ ഭഗവാൻ നാരായണനായിട്ടുള്ള. അടുത്തത്
56-ാമത്തെ ശ്ലോകമാണ് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയുഗത്തിലെ 56-ാമത്തെ ശ്ലോകം. ദുഃഖേഷ്വനുദിഗ്നമനാ സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയക്രോധ സ്ഥിതധീർമുനിരുച്യതേ. നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. ദുഃഖം, സുഖം, വീതം, രാഗം, ഭയം, ക്രോധം, ഇങ്ങനെ 5 തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള തരങ്ങൾ, ഇമോഷൻസ് വളരെ കൂടി മിസറീസിന്റെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഫിയർ, ആങ്കർ, ഇതാണ് പ്രശ്നം എല്ലായിടത്തും. വീത, രാഗ, ഭയ, ക്രോധം. ഭയം വരും, ക്രോധം വരും, ദേഷ്യം വരും. അതൊക്കെ ഉണ്ടാവാൻ കാരണം എന്താണ്? ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന, ബോണ്ടേജ് എന്ന് പറയുന്ന ഒരു, അതിൽ നിന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ ഫ്രീ ആവും. ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ആ ഒരു ബോണ്ടേജ് ആണ്. ആ ബോണ്ടേജിൽ നിന്ന് അത് ഫ്രീ ആയാൽ, ഇതൊന്ന് ഭഗവത്ഗീതയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ള ഒരു ശ്ലോകം ഇതായിരിക്കും. ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ, അതിന് കാരണം 3-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകവും പറയുന്നുണ്ട്. ഇന്ദ്രിയസ്യേന്ദ്രിയ അർത്ഥേ എന്ന് പറയുന്ന ഒരു രാഗദ്വേഷോ വ്യവസ്ഥിതവും എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അത് ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മളെ പല കർമ്മങ്ങളിൽ നിന്നും മുന്നോട്ട് പോകാൻ പറ്റാതെ പിന്നോട്ട് വലിച്ചു കളയുന്നത്. അത് ഇല്ലാതിരുന്നാൽ വീത, രാഗ, ഭയ, ക്രോധം ഒന്നുമില്ലാതെ ഇതൊക്കെ ഉണ്ടാവും. സുഖവും ദുഃഖവും ഒക്കെ അൾട്ടിമേറ്റ്ലി അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും. പക്ഷെ എന്ത് ചെയ്യണം? അതിന്റെ ഫ്രീക്വൻസി വല്ലാണ്ട് സന്തോഷം വരുമ്പോൾ ചാടി, ദുഃഖം വരുന്ന സമയത്ത് ആകെ ഡീപ്പ് ഡൗൺ ആയി, ആ അവസ്ഥയിലല്ലാതെ ഒരു ഫ്രീക്വൻസിയിൽ അതിനെ കുറച്ചൊക്കെ വൈബ്രേഷൻസ് ഉണ്ടാവാം. അതിന് അധികം കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ഒരു ചെറിയ ട്യൂബിലിട്ടിട്ട് പതുക്കെ അങ്ങോട്ട് പോകും. ഓക്കെ, സന്തോഷം വരുമ്പോൾ ചിരിക്കുക, ശരി. ഇടക്കിടക്കേ ചിരിച്ചുകൊണ്ടിരിക്കരുത്, അത് അവിടെ തീർക്കണം. അതുകൊണ്ട് വായ പൊത്തിട്ടും ചിരിക്കാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് കമന്റ്സിലൊക്കെ അങ്ങനെ പറയുന്നത്. അത് വളരെ ചുരുക്കം ചിരിച്ചാൽ മതിയാണ്. ആ സ്ഥിതപ്രജ്ഞനായി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ദുഃഖേഷു അനുദിഗ്നമന, കരയരുത്. സുഖേഷു വിഗതസ്പൃഹ, അധികം ചിരിക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്യണം? വീത, രാഗ, ഭയ, ക്രോധ എല്ലാത്തിന്റെയും ഫ്രീക്വൻസി വേവ് FM-ലാണെങ്കിൽ അത് FM മാറ്റിട്ട് AM ആക്കി മാറ്റാം. FM എന്ന് പറഞ്ഞ അർത്ഥം വല്ലാണ്ട് ഫ്രീക്വൻസി മോഡുലേഷൻ എന്നാ പറയാ. FM എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് വെച്ചാൽ ഈ 2 ലെങ്ത്തിനിടയിൽ വല്ലാണ്ട് വൈബ്രേറ്റ് ചെയ്തിട്ടുള്ള ഫ്രീക്വൻസികളാണ്. അതിന്റെ വേവ് ലെങ്ത് വളരെ കുറവാണ്, ഫ്രീക്വൻസി കൂടുതലാണെന്ന് പറയാം. അതിന് വേവ് ലെങ്ത് കൂട്ടിയിട്ട് ഫ്രീക്വൻസി കുറച്ചാല് എന്ത് പറ്റും? AM ആവും. അപ്പൊ എന്ത് പറ്റും എന്ന് വിചാരിച്ചാല് കുറേ ദൂരത്തേക്ക് പോകാൻ പറ്റും. പണ്ടൊക്കെ റേഡിയോയിൽ AM ആണ് നമ്മളൊക്കെ കേൾക്കുക. ഇപ്പൊ 20 കിലോമീറ്ററിനുള്ളിൽ കിടന്ന FM ആണ്. അപ്പൊ അതിന് കുറച്ച് മാത്രമേ ഫ്രീക്വൻസി ഉള്ളൂ, അധികം ദൂരം പോകാൻ പറ്റില്ല. അതുകൊണ്ട് അധികം ദൂരം പോവാതെ കുറച്ച് സമയം മാത്രം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ഇപ്പോഴത്തെ സ്വഭാവം ഉണ്ട് പല മനുഷ്യന്മാർക്കും. അതുകൊണ്ട് എന്ത് പറ്റും? ജീവിതം എന്ന് പറയുന്നത് AM അല്ല, അവർക്ക് FM ആണ്. ഒരാൾ മാരേജ് ചെയ്തു, അതിനിടയിൽ കുറെ പ്രാവശ്യം അന്യോന്യം തമാശയും സന്തോഷവും ദുഃഖമൊക്കെ അടിപിടിയൊക്കെ ആയിട്ട് ആ ഫ്രീക്വൻസിയോട് കൂടി അങ്ങനെ തീർന്നു. അതിന്റെ FM ഇതുപോലെയാണ്. 20 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ വേറൊരു ഫ്രീക്വൻസിയിൽ വേറൊരാളെ പിടിക്കും, എന്നിട്ട് അവിടെയും ഫ്രീക്വൻസി മോഡലായിട്ട് അവിടെയും ചത്തു. അതുകൊണ്ട് അങ്ങനെയുള്ളവരൊന്നും സ്ഥിതപ്രജ്ഞന്മാരല്ല എന്ന് പറയാം. സ്ഥിതതീർ മുനിരുച്യതേ, ഒരു മഹർഷിയുടെ, അത് മുനി എന്നുള്ളൊരു വാക്കുണ്ട് ഇവിടെ. സ്ഥിതതീർ മുനിരുച്യതേ എന്ന് പറഞ്ഞാൽ മുനിയോഗിയായിട്ട് മാറും എന്നാണ്. സ്ഥിതതീർ എന്ന് പറഞ്ഞാൽ സ്ഥിതപ്രജ്ഞൻ. ആരാണ് സ്ഥിതപ്രജ്ഞൻ? മുനിയോഗി. മുനിയോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗത്തിലെത്തി എല്ലാ കാര്യങ്ങളിലും ഒരു സമചിത്തത, പലയിടത്തും ഉപയോഗിക്കുന്ന വാക്കാൻ ഞാൻ പറഞ്ഞത്, അറിയാണ്ട് പറഞ്ഞു പോയത്. സ്ഥിതപ്രജ്ഞനായിട്ട് മുനിയോഗി ആയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിത്തീരട്ടെ. അല്ലെങ്കിൽ ആ മുനി എന്നുള്ള വാക്കിന്റെ അവിടെ ഒരു അർത്ഥം പറയാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയും കാലം പറയാതെ വിട്ടു കളഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ. അപ്പൊ സ്ഥിതതീർ മുനിരുച്യതേ, നീ ഒരു സ്ഥിതപ്രജ്ഞനായ മുനിയോഗിയായിട്ട് മാറട്ടെ. ഏതവസ്ഥയിൽ? വീതരാഗ ഭയക്രോധത്തെയൊക്കെ ഇല്ല, ഉണ്ടാവണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ വേണം. അല്ലെങ്കിൽ പിന്നെ അത് മനുഷ്യൻ വികാര ജീവിയാവണം എന്ന് പറയും. ഉമ്മറിനെ പോലെ ആവരുത്. ഞാനൊരു വികാര ജീവിയാണെന്നൊക്കെ പറഞ്ഞ് പഴയ ഡയലോഗ് പറയുന്നു ഉമ്മർ. അതുപോലെ ആവാണ്ടിരുന്നാ മതി. അങ്ങനെ നീട്ടി പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. അതൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവാം. ഉടനെ തന്നെ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. സമാധാനമായിട്ട് ജീവിക്കാനുള്ള മാർഗം അത് മാത്രമേ ഉള്ളൂ മകനെ എന്ന് പിന്നെയും 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 പറയുന്നുണ്ട്. പറയുന്ന ശ്ലോകങ്ങൾ 12-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകം, 6-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകം, 5-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകം, 2-ാമത്തെ അധ്യായത്തിൽ 38-ാമത്തെ ശ്ലോകം, 14-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകം. ഇതേ സംഭവം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 13-ാമത്തെ ശ്ലോകത്തിൽ ഒന്ന് ഈ ഉത്തരഗീതയിലും പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ. ഒരു 32-34 ശ്ലോകങ്ങളിലൊക്കെ ഇത് തന്നെയാണ്.
ആധുനിക മനഃശാസ്ത്രം പറയുന്നത് പോലെ തന്നെ ഇമോഷൻസ് ആർ ട്രാൻസിറ്ററി. ഇമോഷൻസ്, വികാരങ്ങൾ നമുക്ക് വന്നു പോകുന്നതിൽ പ്രശ്നമില്ല, അതിൽ തന്നെ സ്ഥിരമാകരുത് അല്ലെ. നമ്മൾ അത് കരഞ്ഞുകൊണ്ടേ പിടിച്ചോണ്ട് ഇരിക്കരുത്, നിൽക്കരുത്. അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടേ ഇരിക്കരുത്, ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കരുത്, ദേഷ്യം അങ്ങനെ തന്നെ നിലനിൽക്കാനേ പാടില്ല, ഇതെല്ലാം വന്നു പോകണം എന്നുള്ള മനഃശാസ്ത്ര തത്വം തന്നെയാണ് ഭഗവാൻ 5000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് എത്ര മനോഹരമായിട്ട് 56-ാമത്തെ ശ്ലോകം സാഖ്യയോഗത്തില് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് വളരെ 57-ാമത്തെ. ഗംഭീരായിട്ട് ഭാഗം. വളരെ വളരെ ഗംഭീരം. പക്ഷെ എനിക്ക് എന്താണ് എന്നെ ചിരിക്കരുതെന്ന് പറഞ്ഞത് മാത്രം മനസ്സിലാവുന്നില്ല. അത് ഞാൻ പറഞ്ഞതല്ല, ആൾക്കാർ പറയണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. അയ്യോ, സമാധാനമായി. ഞാൻ വിചാരിച്ച് TPC പറഞ്ഞതിന് വല്ല പ്രശ്നം. ഉത്തരഗീതയിലും ഇത് പറയണ്ടേ. ഞാൻ ഉത്തരഗീത എന്റെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്, ഞാൻ നോക്കിയപ്പോ. എത്ര ചെറിയ പുസ്തകമാണെന്നറിയോ, ഇതിനകത്ത് ഇതേ സംഭവം പറയുന്നത്. നിർത്താം, 7 മണി. ആ ശരി. 56-ാമത്തെ ശ്ലോകത്തില് ഇത് നമുക്ക് നല്ലൊരു ശ്ലോകം, നിർത്താൻ പറ്റിയ ശ്ലോകം. വളരെ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകം ഇതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് വരുന്നവരോട് നിങ്ങൾക്ക് ഉണ്ടാവണം, ദുഃഖം ഉണ്ടാവണം, സുഖം ഉണ്ടാവണം, സന്തോഷം വരണം, കരച്ചിൽ, ആരും കരയുമ്പോൾ കരയണം. പക്ഷെ അത് കരഞ്ഞോണ്ടിരിക്കരുത്. നിർത്തിയിട്ട് പിന്നെ അടുത്തൊരു കാരണം കണ്ടെത്താൻ കരയാം. ഇത് തീരട്ടെ, എന്നിട്ട് അടുത്ത കാരണം കണ്ടെത്താം. തെറ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പുതിയ പുതിയ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക, പഴയ തെറ്റിന് ആവർത്തിക്കരുത്. വളരെ വളരെ മനോഹരമായിട്ട് ഭഗവാൻ കൃഷ്ണന്റെ കൂടെ ഇരുന്ന് ഗീത കേൾക്കുന്നതിന്റെ അതേ അനുഭൂതിയോട് കൂടിയിട്ടാണ് TPCയുടെ. അതെങ്ങനെയാ ലക്ഷ്മിക്കറിയാം? അവിടെ ഉണ്ടായിരുന്നു പണ്ട്? ഇല്ല, ഇപ്പൊ തോന്നുന്നുണ്ട് ഭഗവാൻ ആണ് കൂടെ നിൽക്കുന്നതെന്ന് തോന്നിപ്പോവാണ്. ഓരോ ശ്ലോകം വായിക്കുമ്പോഴും ഭഗവാൻ അടുത്ത് നിൽക്കുന്ന പോലെയാണ്. ഞാൻ എൻജോയ് ചെയ്തു. എനിക്ക് വളരെ വിരളമായിട്ട് ഭഗവത്ഗീതയ്ക്ക് ഇങ്ങനെ മലയാളത്തിൽ പഠിപ്പിക്കാൻ ഭാഗ്യമുണ്ട്. ഞങ്ങൾക്ക് അതിനേക്കാളും എൻജോയ്മെന്റ് ആണ്, കാരണം ഒരുപാട് ആസ്വദിക്കുക മാത്രമല്ല, ആദ്യമായിട്ടാണ് കൂടെ ചിന്തിക്കുന്നത്, ആദ്യമായിട്ടാണ് വായിക്കുന്നത്, കൂടെ ആദ്യമായിട്ടാണ് ചിന്തിക്കുന്നത് പറയണം. ഭഗവാന്റെ ചിന്തകളിൽ നിന്ന് വന്നതുപോലെയാണ്. വളരെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല, കാരണം ഭഗവാൻ പറയിപ്പിക്കുന്നത് പോലെ ഓരോ വാക്കുകൾ വരുന്നു, അത് മനോഹരമായിട്ട്. ഞാൻ നിർത്തണം എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരികയാണ്. ലക്ഷ്മി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ അടുത്തത് കൂടെ എടുക്കണമെന്ന് പറയാൻ 58 വരെയെങ്കിലും പോകണമെന്ന് ഇരിക്കുമ്പോഴത്തേക്കും TPC തന്നെ നിർത്താൻ പറയുകയാണ് ഉണ്ടായത്. എനിക്ക് നിർത്താൻ തോന്നിയിരുന്നില്ല, ഇത്ര മനോഹരമായിരുന്നു. പാദ നമസ്കാരത്തോട് കൂടിയിട്ട് നന്ദി, നമസ്കാരം. വന്ദേ മാതരം.